ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളതും ഒരു അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളതും മാങ്ങ അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഉണക്കമീൻ അച്ചാറിൻ്റെ റെസിപ്പി ചെയ്തിരുന്നു. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ ഒരു മാങ്ങ അച്ചാർ നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അറിയാം, എന്നാലും ഞാനൊന്ന് കാണിക്കുന്നതേ ഉള്ളൂ. നമ്മൾ ചെയ്യുന്ന രീതിയിൽ ഒന്ന് കാണിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാതെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാർ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളാണ്, പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാനും പറ്റും. അതുപോലെ കുറേ നാൾ നമുക്ക് സൂക്ഷിച്ച് വെക്കാനും പറ്റും കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഒരു പാൻ വെച്ച് കൊടുക്കാം. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുകും ഉലുവയും ഇട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കണം. അതൊന്ന് മൂത്ത് വരണം കേട്ടോ. ഒന്ന് പൊട്ടി വരുന്ന സമയത്തേക്ക് നമുക്കതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അരിഞ്ഞത് ഇതെല്ലാം ചേർത്ത് കൊടുക്കണം. ഞങ്ങളിതിനകത്തേക്ക് കുറച്ചധികം വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ എരിവ് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കണം. നമ്മൾ മുളക് പൊടിയൊക്കെ ചേർക്കുന്നതാണ്, അതുകൊണ്ട് പച്ചമുളക് ചേർക്കുമ്പോൾ എരിവിനനുസരിച്ച് ചേർക്കാൻ മറക്കരുത് കേട്ടോ. ഇനി അതിലേക്ക് കറിവേപ്പില നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞങ്ങൾ കുറച്ചധികം കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇനി ഒന്ന് മൂത്ത് വരാം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരണം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കടുകും അതുപോലെ ഉലുവയും കൂടെ വറുത്തിട്ട് പൊടിച്ചെടുക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് എടുത്ത് വെച്ചേക്കുന്നത്. അതുപോലെ മാങ്ങ എരിഞ്ഞതുകൊണ്ട് ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അതായത് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ അച്ചാർ പൊടി, ഒരു നുള്ള് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുവാണ്. അപ്പോൾ നമ്മളതിനകത്ത് നമ്മൾ മറ്റേ വിനീഗർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വിനീഗർ പുളിയുടെ അനുസരിച്ച്, മാങ്ങയുടെ പുളിയുടെ അനുസരിച്ച് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നല്ലെണ്ണ കുറച്ചധികം ചേർക്കുന്നുണ്ട് നമ്മൾ ഈ ഒരു അച്ചാറിലേക്ക്. കാരണം നമ്മൾ അച്ചാർ സൂക്ഷിച്ച് വെക്കേണ്ട ഉള്ളതുകൊണ്ട് കുറച്ചധികം നാൾ കേടാകാതെ വെക്കണമല്ലോ. അപ്പോൾ നല്ലെണ്ണ ഒഴിച്ചാൽ കേടാകാതിരിക്കുള്ളൂ. നന്നായിട്ട് ആ മസാലപ്പൊടിയുടെ ഒക്കെ പച്ചമണം മാറുന്നോളം വരെ ഇളക്കി കൊടുത്തിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന മാങ്ങ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ആ ഒരു മസാലയൊക്കെ ആ ഒരു മാങ്ങയിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇതിനകത്തോട്ട് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ചൂടുവെള്ളം, കുറച്ച് ഗ്രേവിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം. നമ്മൾ ഈ അച്ചാർ ഇരിക്കും തോറും അതിനകത്ത് ആ ഒരു മാങ്ങയ്ക്കകത്തുനിന്ന് വെള്ളം ഇറങ്ങും കേട്ടോ. അതുകൊണ്ട് ഞങ്ങളിവിടെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ ഇതിലേക്ക് നമ്മൾ ആ കടുകും ഉലുവയും വറുത്ത് വെച്ചില്ലേ, അത് നന്നായിട്ട് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുമ്പോഴത്തേക്കും നമ്മുടെ അച്ചാറൊക്കെ ഇവിടെ റെഡിയാകും. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കണം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് തണുത്തിട്ട് നമുക്ക് ടിന്നിലേക്കൊക്കെ മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു അച്ചാർ. ഉപ്പെല്ലാം നോക്കിയിട്ട് എല്ലാം കറക്റ്റായിട്ട് നമുക്കൊന്ന് തുറന്ന് വെക്കാം. എന്നിട്ട് തണുത്തതിന് ശേഷം നമുക്ക് കുപ്പിയിലിട്ട് സൂക്ഷിക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫുള്ള് കണ്ട് സപ്പോർട്ടും കൂടി ചെയ്യണേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നോടം വരെ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.